എല്ലാവർക്കും നമസ്കാരം. മലയാള സിനിമയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർക്കൊപ്പമാണ് നമ്മളുള്ളത്. സ്വാഗതം ശ്രീ മുജീബ് മജീദ്. ഹായ്, താങ്ക് യു. ഒരുപാട് ഇന്റർവ്യൂകളോ അല്ലെങ്കിൽ ഒരുപാട് അഭിമുഖ സംഭാഷണങ്ങളിലോ ഒന്നും താങ്കളെ അധികം കണ്ടിട്ടില്ല. പക്ഷെ തുടർച്ചയായ ഹിറ്റുകളാണ്. ആ ഹിറ്റുകളുടെ നിരയിൽ ഇന്ന് ഏറ്റവും മുന്നിലുള്ളത് ചത്ത പച്ച എന്ന വളരെ ഡിഫറെന്റ് ജോണറിലുള്ള ഒരു മൂവിയാണ്. താങ്കളുടെ ഒരു കരിയറിൽ ഇങ്ങനത്തെ ഒരു സ്റ്റൈലിഷ് മൂവികളല്ല, കുറെ കൂടി സബ്ജക്റ്റീവ് ആയിട്ടുള്ള മൂവികളാണ് ഞാൻ നോക്കുമ്പോൾ കൂടുതലും കണ്ടിട്ടുള്ളത്. ചത്ത പച്ചയിലേക്ക് എങ്ങനെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്? ചത്തപ്പച്ച അതിന്റെ ഒരു ത്രെഡ് തന്നെയാണ്. ബേസിക്കലി WWE ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ചെറുപ്പം മുതല് അന്ന് WWF ഒക്കെ ആയിരുന്നു. അതെ അതെ. അതിലത്തെ മറ്റേ ചോക്ക് സ്ലാം ഒക്കെ നമ്മൾ വീട്ടിൽ ചെയ്തിട്ടുള്ള കസിൻസ് ഒക്കെ ആയിട്ട് ബെറ്റിലൊക്കെ. അപ്പോൾ അത് തന്നെയാണ് ആ സബ്ജക്റ്റിലോട്ട്, ആ ഒരു പ്രൊജക്റ്റിലേക്ക് എനിക്ക് അത് വരാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ലൗഡാണ് മ്യൂസിക്കും. സോ ആ സൈഡ് കുറച്ച് കാലമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അതൊന്ന് എക്സ്പെരിമെന്റ് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം കുറെ ആയിട്ട് ത്രില്ലർ സബ്ജക്റ്റേഴ്സ് പോകുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഇപ്പൊ ചില സിനിമകളില് ക്യാമറ വർക്ക് വളരെ ഗംഭീരമായിട്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാൻ തോന്നും. കാരണം അതിൽ ക്യാമറ ശരിക്കും ഒരു ക്യാരക്ടർ പോലെ തന്നെ നിൽക്കണ്ടാവും. എന്നാൽ ചില സിനിമകൾ സബ്ജക്റ്റീവ് ആയിരിക്കും. ക്യാമറ നമുക്ക് പെട്ടെന്ന് അതിലെ കാര്യങ്ങൾ തിരിച്ചറിയാനേ പറ്റില്ല നമ്മളെ സബ്ജക്റ്റില്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ കട്ട്സ് എല്ലാം അങ്ങനെ കൃത്യം മാർക്ക് ചെയ്ത പോലെയാണ് ചത്തപച്ചയിലെ ഓരോ കാര്യങ്ങൾ. ഇങ്ങനെ ഒരു സബ്ജക്ട്, ഇപ്പൊ ഇതിന്റെ ഒരു ഡയറക്ടർ ആണെങ്കിൽ ഒരു പുതിയ ആളാണ്. അപ്പോ പുതിയ സംവിധായകൻ, വലിയ കാസ്റ്റിംഗ് തുടക്കത്തിലില്ല. അവസാനം നമുക്ക് ഒരു ക്യാമിയോ അപ്പിയറൻസ് മമ്മൂക്കയെ പോലൊരു വലിയ നടൻ വരുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാല് എല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പരീക്ഷണങ്ങളാണ്. അന്ന് അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് അതിന്റെ ഒരു ടോട്ടാലിറ്റി കണ്ടാൽ മനസ്സിലാവും. ഡയറക്ടറും ഒരു മ്യൂസിക് ഡയറക്ടറും തമ്മിലുള്ള ആ ഒരു കോംബോ എങ്ങനെയായിരുന്നു? പ്രൊജക്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്വൈതും ഷിഹാനെയും ഞാൻ മീറ്റ് ചെയ്യുന്നു. സോ അവരുടെ വിഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു. അവർക്കത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, അത് അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വേണം എന്നുള്ള വെൽ പ്ലാൻഡ് ആയിരുന്നു അവർ. കാരണം എനിക്ക് നറേറ്റ് ചെയ്യുമ്പോൾ തന്നെ അദ്വൈത് കുറെ മ്യൂസിക് ഒക്കെ വെച്ചിട്ടാണ് അത് നറേറ്റ് ചെയ്ത് തന്നിരുന്നത്. അപ്പൊ തന്നെ നമ്മൾ പടത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇന്നാണ്. പിന്നെ അദ്വൈതിന് എന്താ വേണ്ടതെന്ന് ഒരു ക്ലാരിറ്റി ഉണ്ട് പുള്ളിക്ക്. പിന്നെ ചത്തപച്ച എനിക്ക് തോന്നുന്നു എന്റെ കരിയറിലെ ഏറ്റവും സ്പീഡിൽ തീർത്തേക്കുന്ന പ്രോജക്റ്റും കൂടിയാണ്. സ്കോർ ഒരു 20-25 ഡേയ്സ് അതിലാണ് നമ്മളത് ചെയ്തേക്കുന്നത്. പക്ഷെ അങ്ങനത്തെ പ്രഷർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ഭയങ്കര രസമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഡയറക്ടറിനും അല്ലെങ്കിൽ ഷിഹാൻ പ്രൊഡ്യൂസറിനൊക്കെ എന്താ വേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നതുകൊണ്ട് എന്റെ ജോലി ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ അവർക്ക് എന്റെ മുകളിലൊരു ട്രസ്റ്റ്, അത് ഭയങ്കര ഹെൽപ്പ്. ഈ സിനിമയില് ഇപ്പം ഓരോ ക്യാരക്ടറിനും ഓരോ എൻട്രി മ്യൂസിക്കുകളുണ്ട്. അതുപോലെ അവരുടെ പേരുകളൊക്കെ എഴുതി വരുന്ന സമയത്തുള്ള വേറൊരു ജോണറുണ്ട്. പിന്നെ ഇത് നമ്മളിപ്പോ ഇതിനകത്ത് ഈ പറഞ്ഞ റെസ്ലിംഗ് അല്ലെങ്കിൽ ഗുസ്തി അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ അതിന്റെ ഒരു ബീറ്റ് ഓരോ സമയത്ത് അതിന്റെ ഒരു പ്രോഗ്രഷൻ ഉണ്ട്. കറക്റ്റ് സമയത്ത് അത് മാർക്ക് ചെയ്യുന്നുണ്ട്. പാട്ടുകൾ, ആ സിനിമയിലെ പാട്ടുകൾ ചെയ്തിട്ടുള്ള വേറൊരു മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷെ BGM കൃത്യമായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. ക്യാമറയുടെ ഇപ്പൊ ഒരു ചില ആംഗിൾസ് നമ്മൾ ക്യാമറ സൈഡിൽ വെക്കുമ്പോൾ തന്നെ മ്യൂസിക് അതുമായിട്ട് ഭയങ്കരമായിട്ട് മെർജ് ആവുന്നുണ്ട്. ആ മ്യൂസിക്കാണ് പല സീനുകളെയും ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ഡീറ്റെയിലിംഗിൽ ഇപ്പൊ അതിൽ സ്ക്രിപ്റ്റിലും കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഒരു ഡിസ്കഷന്റെ ഒരു ഏരിയ ആണെങ്കിലും അല്ലെങ്കിൽ ആ ക്യാരക്ടറുകളെ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളതാണെങ്കിലും ഒക്കെ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു? ഞാൻ മുന്നേ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടില്ല, എനിക്ക് പടം കണ്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഇപ്പൊ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് വായിക്കല് ഭയങ്കര കുറവാണ്. കാരണം അത് മെയിൻ പ്രശ്നം, ഞാനത് എന്റെ രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് തുടങ്ങും. അപ്പൊ ചിലപ്പോ ഷൂട്ട് ചെയ്ത് വരുമ്പോ എങ്ങനെയായിരിക്കണമെന്നില്ല. അപ്പൊ കൂടുതൽ ഞാൻ സീൻസ് കണ്ടിട്ട് സ്കോർ ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം. സോ ഈ പടത്തിൽ നിന്ന് എല്ലാം എല്ലാം പ്രോപ്പർ ആയിരുന്നു. ലൈക്ക് ഇപ്പൊ ക്യാമറ ആണെങ്കിലും എഡിറ്റ് ആണെങ്കിലും എല്ലാം ഇതായിട്ട്. അപ്പൊ മ്യൂസിക്കും ആക്ച്വലി അതുപോലെ തന്നെ ബ്ലെൻഡ് ആയി ഇറ്റ് ഹാപ്പൻഡെന്ന് ഞാൻ പറയുന്നത്. പിന്നെ പടത്തിന്റെ ഒരു ജോണറും അങ്ങനെയാണ്. അതായത് നമ്മൾ ഓരോ ഫ്രെയിമിലും അല്ലെങ്കിൽ ഓരോ സെക്കൻഡും നമ്മൾ പൾസ് കൂട്ടി കൊണ്ടുവരണം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ പടത്തിലൊരു പ്രോസസ്സ് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഇപ്പൊ നമ്മളിപ്പോ കൂട്ടി അങ്ങനെ കൊണ്ടുവരുന്നു. ഇപ്പൊ ഇങ്ങനെ ഓരോ സീനും ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇതിന്റെ എൻഡിൽ നിൽക്കുന്നത് ഒരു വലിയ ലിഫ്റ്റിന്റെ ഒരു സ്പേസ് ആണ്. അവിടെ നമ്മൾ മ്യൂസിക്കലി ലിഫ്റ്റ് ചെയ്യുന്നതിന്റെ മുകളിലുള്ള ഒരു താരത്തെയാണ് നമ്മൾ അവിടെ പ്ലേസ് ചെയ്യുന്നത്. മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ വരുന്നത്. അപ്പൊ ആ ഒരു സമയത്തുള്ള നമുക്ക് എങ്ങനെയായിരുന്നു നമ്മൾ അതിനെ ഒന്ന് കൺസീവ് ചെയ്തതൊക്കെ? അവിടെ ആക്ച്വലി പുള്ളിയൊരു മാജിക് അവിടെ ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കളങ്കാവലിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ക്രീനിൽ ഒരു മാജിക് ഉണ്ട് പുള്ളിക്ക് വരുമ്പോ ആ ഒരു ഓറ. അപ്പൊ നമ്മള് ഒരു സാധനം താഴ്ത്തിട്ട് കൊടുത്താൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് ലിഫ്റ്റ് ആയിക്കോളും.
സോ ഈ പറഞ്ഞ പോലെ അതിലത്തെ ലാസ്റ്റ് സീനൊക്കെ ഭയങ്കര ഈ പറഞ്ഞ പോലെ ഹെവി മ്യൂസിക്കിലാണ് പോകുന്നത്. ഒരു ഗ്രാജുവൽ ഗ്രോത്ത് വേണം. ഇപ്പൊ നമ്മളിങ്ങനെ അത് പമ്പ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ഇവിടെ നിന്ന് ഒത്തിരി ഹൈറ്റിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ ടുവേർഡ്സ് അതിന്റെ നമുക്ക് ഒത്തിരി ലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയ്ക്ക്. അപ്പോൾ അത് നോക്കി ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗ്രാജുവൽ ഗ്രോത്ത് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടാവണം എപ്പോഴും മ്യൂസിക്കിലും. ഈ സ്പോർട്സ് ഡ്രാമകൾക്ക് ഒരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഈ സ്പോർട്സ് ഡ്രാമകളുടെ ഉള്ളില് എൻഡ് ഓഫ് ദി ക്ലൈമാക്സിൽ ഇവര് ഇതെന്തായാലും ഇടിച്ച് ജയിക്കും. അതുവരെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അപ്പോൾ കുറെയൊക്കെ പ്രഡിക്റ്റബിൾ ആയിരിക്കും. ഇപ്പൊ കുറെ സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ഒരു സിനിമയുടെ പേരെടുത്ത് പറയുന്നില്ല, നമുക്കൊരു മുൻവിധികൾ ഉണ്ടായിരിക്കും. ഈ സിനിമ ഇങ്ങനെ പോയി ഇങ്ങനെ അവസാനിക്കും എന്നുള്ളത്. പക്ഷെ ഇതില് സബ്ജക്റ്റീവായിട്ട് സിനിമയെ ഇതിന്റെ മേക്കേഴ്സ് മറികടന്നിട്ടുള്ള എനിക്ക് തോന്നുന്നു. ഒന്ന് ഇതിന്റെ ഒരു ഫൺ എലിമെന്റ്. എല്ലാവരും ഭയങ്കര അമാനുഷികന്മാരൊന്നുമല്ല. അവര് ആദ്യമായിട്ട് ഇറങ്ങുന്നവരുണ്ട്. അവരുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അവർ ആദ്യമായിട്ട് ഗോതയിലേക്ക് ഇറങ്ങുന്നവരുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അത് ഒരു രസകരമായിട്ടുള്ള ഒരു മാനുഷികമായിട്ടുള്ള ഒരു ലെവലിൽ നിൽക്കുമ്പോൾ തന്നെ ഇതിന്റെ ഒരു നമുക്കത് മേക്ക് ബിലീഫ് എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിച്ച് പോകും. ഇങ്ങനെ പോയി മറ്റേന്ന് പറയുമ്പോൾ ഓൾറെഡി അവർക്ക് ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്കത് ഉറപ്പിക്കാം. ഇത് സിനിമ എത്ര തന്നെ സിനിമാറ്റിക് ആണെന്ന് പറഞ്ഞാലും നമുക്കത് ഉറപ്പിക്കാം. രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു കളർഫുൾ ആയിട്ടുള്ള പരിപാടികളാണ്. ഒരു സ്പോർട്സ് ഡ്രാമ എന്നുള്ളതിന്റെ അപ്പുറത്ത് ഇപ്പൊ ഇതിൽ തന്നെ പറയുന്ന പോലെ ഗാട്ട ഗുസ്തി അല്ല, ഗാട്ട ഗുസ്തി റിലേറ്റഡ് സിനിമകൾ നമ്മള് പത്മരാജന്റെ ഒക്കെ ഒരിടത്തിൽ ഫൈലുവാൻ തൊട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിന് മാറ്റിയിട്ട് ഒരു കോസ്റ്റ്യൂം ഗുസ്തി എന്നുള്ള ഒരു പുതിയ ജോണർ എടുക്കുന്നു. അതില് ഒരുപാട് നിരീക്ഷണങ്ങൾ നടത്തുന്നു. അത് ഫോർട്ട് കൊച്ചി എന്നുള്ള ഒരു പശ്ചാത്തലത്തില്, അതല്ലാതെ നമുക്കൊരു പശ്ചാത്തലം ഈ സിനിമയിൽ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോ താങ്കളെ സംബന്ധിച്ചാണെങ്കിൽ കാസർഗോഡ് യൂണിവേഴ്സിൽ നിന്ന് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച നിശ്ചയം, അതുപോലെ വൈറ്റ് ഓൾട്ട പോലത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് കൊച്ചി പശ്ചാത്തലത്തില് ഈ സിനിമ പ്ലേസ് ചെയ്യുമ്പോൾ കൊച്ചിയുടെ ഒരു മൂഡും അതുപോലെ തന്നെ കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ തന്നിട്ടുള്ള ഒരു ടെക്സ്റ്റും ഒക്കെ എത്രത്തോളം, അങ്ങനെയുള്ള റെഫറൻസുകളും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അദ്വൈത പറഞ്ഞ കാര്യം നമ്മൾ കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ലോക്കൽ എലമെന്റ് മ്യൂസിക്കലി വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ബാൻഡ് സെറ്റും അതുപോലെ ചെണ്ട, സോ അങ്ങനത്തെ, അതായത് നമ്മൾ EDM ജോണർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ബ്ലെൻഡുകൾ കൊണ്ടുവരാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തു. അപ്പൊ അതുപോലെ തന്നെ ഇതിലും പോയിക്കുന്നതിൽ ഒരു ഫൈറ്റ് സീക്വൻസ് നമ്മൾ കംപ്ലീറ്റ് മറ്റേ ബാൻഡ് സെറ്റും അങ്ങനത്തെ സൗത്ത് ഇന്ത്യൻ ബീച്ച് അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ കൂടുതൽ ട്രൈ ചെയ്തേക്കുന്നത്. കൊച്ചിയില് ഈ പറഞ്ഞ പോലെ നമുക്ക് കൊച്ചി കാണിക്കുമ്പോൾ കേരളത്തിലാണെങ്കിൽ നമ്മൾ ആ ഒരു ഫോറിൻ ഒരു എലമെന്റ് കൾച്ചറൽ ഹബ്ബാണ്. നമ്മൾ കുറച്ചും കൂടെ അങ്ങനത്തെ ഒരു ഇറ്റാലിയൻ കൈൻഡ് ഓഫ് സൗണ്ടും അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടാണ് അത് കൊച്ചി കാണിച്ചേക്കുന്നത്. അത് ഓരോ പടത്തിൽ നമുക്ക് വേറെ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് മെയിൻ. ഈ സിനിമ എന്തായാലും വളരെ ഗംഭീര വിജയമായിട്ട് പോകുന്നു. ഈ സിനിമ പറയുമ്പോൾ തന്നെ തുടർച്ചയായിട്ട് നമ്മൾ 6ഓളം ഹിറ്റുകളാണ് ചെയ്യാൻ നോക്കിയപ്പോ. രേഖാചിത്രം എന്നുള്ള സിനിമ അതിന് ഈ കഴിഞ്ഞ വർഷത്തെ അതിന് തൊട്ട് മുമ്പ് കിഷ്കിന്ധാകാന്ഡത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ജൈത്രയാത്ര ആരംഭിച്ചിട്ടുള്ളത്. കിഷ്കിന്ധാകാന്ഡം വരുന്നു, അതിനുശേഷം രേഖാചിത്രം വരുന്നു, അതിനുശേഷം പിന്നീട് ധീരൻ എന്നുള്ള സിനിമ വരുന്നു, വീണ്ടും കളങ്കാവില്, എക്കോ, ഇപ്പോ ചത്താപച്ച. അങ്ങനെ തുടർച്ചയായ ഹിറ്റുകളാണ്. അപ്പോ പല തരത്തിലുള്ള സിനിമകൾ നമ്മൾ ചെയ്യുന്നു. പക്ഷെ ഈ സിനിമകളിലൊക്കെ ഈ വിജയകാലത്തിന് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, ഗ്രേസ് വില്ല എന്നായിരുന്നു അതിന്റെ പേര്. അന്ന് ആ സിനിമ ഒരു സിനിമ കാണുന്ന പോലെയായിരുന്നു. ഒരു ഷോർട്ട് ഫിലിമിന്റെ എന്താ പറയാ പരിമിതികളൊക്കെ അപ്പുറത്ത് അതൊരു സിനിമ കാണുന്ന പോലെ തന്നെയായിരുന്നു. അതില് ഭയങ്കര ദുരൂഹമായിട്ടുള്ള പ്ലോട്ട്, പിൽക്കാലത്ത് ബാഹുൽ രമേശിന്റെ കൂടെയൊക്കെ നിങ്ങളുടെ ടീമൊക്കെ ചെയ്യുന്ന ആ ഒരു ജോണറിലുള്ള ഒരു പോലെയുള്ള ഒരു സിനിമയായിരുന്നു. ഗ്രേസ് വില്ലൊക്കെ ഇപ്പൊ ഓർക്കുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ഓർമ്മകളൊക്കെ? അത് താങ്കൾ ചെയ്താണെന്ന് പലർക്കും അറിയില്ല. ജസ്റ്റ് റെഫറൻസ് നോക്കുമ്പോഴാണ്. ഞാൻ ആക്ച്വലി അതിന് മുന്നേ 2008 തൊട്ട് ഞാൻ കീബോർഡ് പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സിനായിട്ട്. പിന്നീടാണ് ഞാൻ ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ആവുന്നത്. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ കന്നഡ മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ശബരീഷ് എന്റെ ഫ്രണ്ട്. അപ്പൊ ഞാനും ശബരീഷും സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ ഉള്ള ഫ്രണ്ട്സാണ്, ചെന്നൈ തൊട്ട്. സോ ശബരീഷാണ് എന്നെ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഗ്രേസ്വില്ലല്ല, ആക്ച്വലി ഇൻകലാബ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്യാങ് അവര്. സോ ഇവരുടെ തവിട് പൊടി ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിമിലേക്കാണ് ഫസ്റ്റ് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് ഭയങ്കര ചർച്ചാ വിഷയമായ ഒരു ഷോർട്ട് ഫിലിം കൂടെ ആയിരുന്നു. ഭയങ്കര സിനിമ പോലെയായിരുന്നു അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് മൊത്തത്തിലുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഈ പറഞ്ഞ പോലെ സിനിമയിലേക്ക് ഒരു ഓപ്പണിംഗ് കൂടെ ആയി. ആദ്യത്തെ സിനിമ എനിക്ക് തോന്നുന്നു മന്ദാരം എന്ന സിനിമ. ആ സിനിമ അത് ഒരു വിജയചിത്രമായിരുന്നില്ല. പാട്ടുകളൊക്കെ കുറച്ചൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷെ ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലെ പാട്ടുകളും ചിലപ്പോൾ അർഹിക്കുന്ന ഒരു ശ്രദ്ധ പലപ്പോഴും കിട്ടാതെ പോകാറുണ്ട്. അപ്പോൾ ആസിഫ് അലിയുടെ ഒരുപാട് പ്രതീക്ഷകളോടെയുള്ള ഒരു മൂവിയായിരുന്നു.
ആ സിനിമയുടെ ഓർമ്മകള് ആ സിനിമയിലേക്കും ശബരീഷ് എന്നെ സജസ്റ്റ് സജസ്റ്റ് ചെയ്ത് അന്നത് ഈ പറഞ്ഞ പോലെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. കാരണം അതില് ആസിഫിന്റെ പല കാലഘട്ടങ്ങളും ഒരു സ്കൂൾ സോങ് ഒക്കെ നല്ല രസമായിട്ട്, അത് അധികം എന്താ പറയാ, അധികം ഉപകരണ സംഗീതത്തിന്റെ ഒരു ധാരാളിത്തൊന്നും ഇല്ലാതെ ഒരു ഭയങ്കര ലൈവായിട്ടൊരു സോങ് ഒക്കെ ഇട്ടതില് ഈ പറഞ്ഞ കാലഘട്ടത്തിനനുസരിച്ചിട്ടാണ് അതിലത്തെ പാട്ടുകളും നമ്മൾ ചെയ്തേക്കുന്നത്. പക്ഷെ എന്തോ പടം തിയേറ്ററിൽ അത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞൊരു 2 വർഷത്തെ ബ്രേക്കിലാണ് ഞാൻ തിങ്കളാഴ്ച. കോവിഡിന് ശേഷം അന്ന് ഒരുപാട് ചർച്ച ചെയ്തൊരു സിനിമയായിരുന്നു. ആക്ച്വലി അത് കോവിഡിന് മുന്നേ തുടങ്ങി, ഷൂട്ട് കഴിഞ്ഞു, എഡിറ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ സ്കോറിൽ കയറുമ്പോഴാണ് കോവിഡ് വന്ന് വരുന്നത്. അന്ന് ഞാൻ ബാംഗ്ലൂരാണ്, സെന്ന ഇവരും കാസർഗോഡ്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്ത് വർക്ക് ചെയ്തത്. സെന്ന ഹെഗ്ഡയുടെ സിനിമകള് ഇപ്പോ നമ്മൾ പറയുന്ന സർട്ടിലായിട്ടുള്ള എക്സ്പ്രഷൻസ്, അതുപോലെ ഭയങ്കര എന്താ പറയാ, നമ്മൾ പ്രകൃതി പടം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന രീതിയിൽ ഒരു ഗാങ്. ഇപ്പൊ ചത്താപച്ചയുടെ പ്രേക്ഷകരായിരിക്കില്ല ആ സിനിമയുടെ പ്രേക്ഷകർ. അങ്ങനത്തെ സിനിമകൾ ഇപ്പോഴത്തെ പ്രേക്ഷകരെ സംബന്ധിച്ച് അവരത് OTT-ൽ കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. ഇതേസമയം ഇതിന്റെ നേരെ തിരിച്ചൊരു കാലഘട്ടത്തിൽ കുമ്പളങ്ങി നൈറ്റ്സ് ഒക്കെ തിയേറ്ററിൽ ഹിറ്റായ ഇതേ ശൈലിയിലുള്ള ഒരു സിനിമകളായിരുന്നു. ലൗഡായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സിനിമകളിൽ ഇപ്പൊ നമ്മൾ ഈ നേരത്തെ ചർച്ച ചെയ്ത ചത്താപച്ച അല്ലെങ്കിൽ അതുപോലെയുള്ള സിനിമകളിലൊക്കെ ഭയങ്കര ലൗഡായിട്ടുള്ള മ്യൂസിക്കും, അതില് ഈ പറഞ്ഞ പോലെ മ്യൂസിക് ഡയറക്ടർ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന, സീൻ ടു സീൻ അടയാളപ്പെടുത്തുന്ന സിനിമകളാണ്. പക്ഷെ സെന്ന ഹെഗ്ഡയുടെ സിനിമകൾ നേരെ ഡിഫറെന്റ് ആണ്. അത്തരം സിനിമകളിലെ ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന രീതിയിൽ താങ്കളുടെ ഒരു അടയാളപ്പെടുത്തലൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വേറെ വേറെ എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. കാരണം പലരുടെയും പല സ്റ്റൈലാണ്. ഇപ്പൊ നമ്മൾ സ്കോറ് പല സമയത്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്ന രീതികളൊക്കെ ചിലപ്പോൾ മാറും വേറെ വേറെ ഡയറക്ടേഴ്സിൽ. കാരണം അത് അവരുടെ വ്യൂ, അവരുടെ ഒരു വിഷൻ ഉണ്ട് ആ പടത്തിൽ. അവരാണത് എങ്ങനെ വേണമെന്ന്, സോ ആസ് എ മ്യൂസിക് ഡയറക്ടർ അവരുടെ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർക്ക് എന്താ വേണ്ടത്, എങ്ങനെയാണ്. സെന്ന എൻ്റെ അടുത്തെന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒത്തിരി നാടൻ എലമെന്റ്സ് ഒന്നും വേണ്ട. അതായത് പുള്ളി പ്രത്യേകം പറഞ്ഞു, ചെണ്ട ഇങ്ങനെ സാധനങ്ങളൊന്നും വേണ്ട, അതില്ലാണ്ട് നമുക്കത് എങ്ങനെ കുറച്ചും കൂടി ഇന്റർനാഷണൽ സൗണ്ട് വേണം, എന്നാൽ ഒരു ലോക്കൽ ഫീല്, നാടിനോട് ചേർന്ന് നിൽക്കുന്ന. സോ അങ്ങനെയാണ് നമ്മളപ്പോൾ അതിൽ ഈ ചെയ്തു തുടങ്ങിയത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു പടം കാണുമ്പോൾ തന്നെ ഇത് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല. സോ അതിങ്ങനെ ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഏതെങ്കിലും ഒരു സീൻ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പടത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നത്. അതിനുശേഷം പിന്നെ ഒരു സിനിമ കൂടി ചെയ്തു അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ, ഓൾട്ടോ എന്നുള്ള സിനിമ ചെയ്തു. രണ്ടും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകളായിരുന്നു. അതിൽ കുറച്ചും കൂടെ ഹിപ്പ് ഹോപ്പ് കൾച്ചറും പിന്നെ ഒരു എന്താ സ്പാഗറ്റി മ്യൂസിക് അങ്ങനത്തെ ഒക്കെ ഒരു ജോണറാണ് നമ്മൾ ട്രൈ ചെയ്തത്. അതും തിയേറ്ററിൽ അത്ര ഉണ്ടായിരുന്നില്ല. ഇപ്പോഴുള്ള മുജീബ് മജീദിനെ ഒരുപാട് മീഡിയ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഈ ഫസ്റ്റ് മൂവി കിഷ്കിന്ദ കണ്ടായിരിക്കും. അത് നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള ബാഹുൽ രമേശ് പോലെയുള്ള അവരുടെ ഒരു ടീം, ദിൻജിത്ത് അയ്യത്താൻ, അങ്ങനെയുള്ള ഒരു ടീം, ആ ടീമിനെ മൊത്തത്തിൽ അവരൊന്ന് മാർക്ക് ചെയ്യുന്നു. മലയാള സിനിമയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ആ സിനിമയാണെങ്കിൽ ഒരുപാട് കഥാപാത്രങ്ങളൊന്നുമില്ല, അതേസമയം തന്നെ ഭയങ്കര സബ്ജക്റ്റീവാണ്. നോർമൽ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന സിനിമകളൊക്കെ വളരെ ഡീറ്റെയിലിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്കറിയാം ഇന്ന സീനിൽ ഒരു ക്യാരക്ടർ വരുന്നു, അപ്പൊ അവിടെ ഒരു മ്യൂസിക്, നമുക്ക് എന്തായാലും അതിനെ എലിവേറ്റ് ചെയ്യാൻ ഒരു മ്യൂസിക് വേണം. പക്ഷെ ബാഹുൽ രമേശിന്റെ ഒരു സിനിമ എന്ന് പറഞ്ഞാല് 2 വട്ടം കണ്ടാലാണ് അത് മുഴുവനായിട്ട് നമുക്ക് പിടുത്തം കിട്ടുള്ളൂ. നിലവിൽ മലയാളികളുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ, മലയാളികളുടെ മാത്രമല്ല, ഇപ്പൊ OTT ഒക്കെ വന്നതിന് ശേഷം എത്ര നല്ല സിനിമയാണെങ്കിലും നമ്മുടെ ഒക്കെ ഒരു കോൺസെൻട്രേഷൻ പവർ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ ഇങ്ങനെ പടം ഇങ്ങനെ നമ്മുടെ ഇതിൽ ഓൺ ആക്കിയിട്ടുണ്ടാവും, പ്ലേലിസ്റ്റിൽ ഒരു സോങ് ഓൺ ആക്കിയിടുന്ന പോലെ ഓൺ ആക്കിയിട്ട് നമ്മൾ പലവിധ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ നോക്കുന്നു, അതല്ലെങ്കിൽ നമ്മളൊന്ന് ടോയ്ലറ്റ് പോയി വരുന്നു, അപ്പോഴിതോ ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനത്തെ ഒരു വാച്ചിങ് സ്റ്റൈല് ഒരിക്കലും ഇദ്ദേഹത്തിന്റെ സിനിമകൾ ഡിമാൻഡ് ചെയ്യുന്നില്ല. അത് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുന്നവർ മാത്രം കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ തന്നെ പുള്ളി ഒരു ശൈലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ചത്താപച്ച അല്ലെങ്കിൽ അതുപോലെയുള്ള ഭയങ്കര ആവേശമൊക്കെ പോലെയുള്ള ഒരു ലൗഡായിട്ടുള്ള സിനിമകൾ വരുന്ന സമയത്ത് ഈ മ്യൂസിക്കിന്റെ ഒരു എലിവേഷൻ സംഭവിക്കുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് സ്ക്രീനിലേക്ക് എത്തും. പക്ഷെ ഈ സിനിമകളിൽ ഭയങ്കരമായിട്ട് സബ്ജക്റ്റീവാണ്. അപ്പോൾ ഇപ്പൊ കിഷ്കിന്ദ കണ്ടാണെങ്കിലും പിന്നീട് ഇപ്പോ വന്നിട്ടുള്ള എക്കോ, ഈ 2 മൂവികളും, എക്കോ ഒക്കെ ഞാൻ ആദ്യം കണ്ട് എന്താ പറയാ, അത് കണ്ണെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഞാനൊരു സെക്കൻഡ് കണ്ടിരുന്നു, ഇത് എന്താണ് ഇവിടെ സംഭവിച്ചത് കഴിഞ്ഞാൽ അത്രയും നമ്മളെ ഇഷ്ടപ്പെടുത്തിയൊരു സിനിമയാണ്. പേഴ്സണലി എന്റെ വളരെ ഫേവറേറ്റ് മൂവിയാണ്. ഇത്തരം സിനിമകൾ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അത് എത്ര തവണ സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചിട്ടുണ്ടാവും. കാരണം എക്കോയിലാണെങ്കിലും അത് എവിടെയാണ് മ്യൂസിക് ലൗഡ് ആവേണ്ടത് ഒരു
പെട്ടെന്ന് നമുക്ക് പിടുത്തം തരില്ലല്ലോ. ഇത് അത്ര, കാരണം അവിടെ ഒരു ഇത്തിരി BGM ഇത്തിരി ലൗഡായി കഴിഞ്ഞാൽ അതൊരു സ്പൂൺ ഫീഡിങ് പോലെ ആയിരിക്കും. ഒരിക്കലും അതൊരു സ്പൂൺ ഫീഡിങ് അല്ല എന്നുള്ള സംവിധായകൻ പറയുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയായിരുന്നു ഈ രണ്ട് സിനിമകളിലെ അദ്ദേഹത്തിന്റെ സിനിമകളിലെ ഒരു അനുഭവം? കിഷ്കിന്ദ ആക്ച്വലി ഞാൻ ലാസ്റ്റ് ആണ് ആ പ്രൊജക്റ്റിലേക്ക് വരുന്നത്. കാരണം അത് സുഷിനായിരുന്നു ആദ്യം ചെയ്യാൻ തന്നത്. പിന്നെ സുഷിൻ ബിസിയായി, അങ്ങനെ ഞാൻ വരുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു 75-80% എഡിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാഹുൽ എൻ്റെ അടുത്ത് ഒന്ന് കണ്ടു നോക്ക്, ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ അവിടെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളിപ്പോയി. ഐ മീൻ ഭയങ്കര എന്താ പറയുക, ഒരു ഞാൻ ഇവിടെ വന്നിട്ടും പടത്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കിഷ്കിന്ദ കണ്ട്. സോ കിഷ്കിന്ദയിൽ നമ്മൾ മ്യൂസിക് ട്രീറ്റ്മെന്റ് ഈ പറഞ്ഞ പോലെ കുറച്ചൊരു പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്ത് ടുവേർഡ്സ് ദ എൻഡാണ് നമ്മൾ സ്കോർ കുറച്ചും കൂടെ ഒക്കെ ലൗഡ് ആവുന്നത്. സോ എന്തെങ്കിലും അപ്പോൾ ബാഹുലും ഞാനും ദിൻജിയും കൂടെ പ്ലാൻ ചെയ്താണ്. സോ എക്കോല് നമ്മൾ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് പിടിക്കണം. എക്കോയിലേക്ക് വരുമ്പോ അതൊരു പീരീഡ് സിനിമ കൂടിയാണ്. ഇപ്പൊ പടം തുടങ്ങുമ്പോൾ നമുക്കത് ഇതൊരു പീരീഡ് മൂവി ആണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ചില കോസ്റ്റ്യൂമുകളിലൂടെ ചില സൂചനകളിലൂടെ പെട്ടിക്കട സീനൊക്കെ വരുമ്പോഴാണ്, അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ആഴ്ചപ്പതിപ്പുകളൊക്കെ അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിലിംഗ് വരുമ്പോഴാണ് നമ്മൾ ഇതൊരു 70s ആണെന്ന് നമുക്ക് ബോധ്യം വരുന്നത്. അപ്പൊ സാധാരണ ഇത്തരം സിനിമകൾക്ക് ഒറ്റയടിക്ക് ഒരു ലൗഡ് സംഭവങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ട് അവിടേക്ക് അങ്ങോട്ട് പ്ലേസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇത് അങ്ങനെയല്ല. അതെ, ഇപ്പൊ എക്കോയിൽ ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ഫ്രെയിം തൊട്ട് മ്യൂസിക് തുടങ്ങുകയാണ്. അപ്പൊ നമ്മളെ കാട്ടുകുന്നിലോട്ട് ആൾക്കാരെ തുടക്കം തന്നെ കയറ്റി പിന്നെ അവിടെ നിന്നുള്ള ജേർണി എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ നമ്മൾ മ്യൂസിക് ആക്ച്വലി പോകുന്നുണ്ട്. പടം കംപ്ലീറ്റ് ആക്ച്വലി സ്കോർ ബാക്കിൽ ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ നമ്മൾ വളരെ രീതിയിൽ സൈലൻസ് വിട്ടിട്ടുണ്ട്. സോ അത് നമ്മൾ എടുത്തേക്കുന്ന ഒരു ഡിസിഷൻ ആയിരുന്നു. അതെ അതെ. പിന്നെ ആക്ച്വലി കുറച്ചും കൂടെ സൗണ്ട് ഡിസൈനിങ്ങിനും ഒരു ഇതുണ്ട്. അപ്പൊ വിഷ്ണു ഞാൻ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ പഴയ ഫ്രണ്ട്സാ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് ഇതുണ്ടായിരുന്നു. അതായത് വിഷ്ണുവായിട്ട് ഞാൻ വിളിച്ചിട്ട് എടാ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളി അവിടെ അധികം സൗണ്ട് ഇടില്ല. സോ വിഷ്ണു ചില സീന് എനിക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാനിവിടെ സ്കോർ അത്രയും, അതല്ലെങ്കിൽ വിഷ്ണുവിന്റെ എന്തൊക്കെ എലമെന്റ്സ് ആണ് വിഷ്ണു യൂസ് ചെയ്യുന്നത് അതിനെ അക്കമ്പനി ചെയ്യുന്ന രീതിയിലായിരിക്കും ഞാൻ അറേഞ്ച്മെന്റ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ ഒക്കെ ഒരു പ്ലാനിലാണ് നമ്മൾ എക്കോ സ്കോർ കൊണ്ടുപോയത്. പിന്നെ ഞാൻ എക്കോന്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായില്ല. ബാഹുലന്റെ ചോദിച്ചു സ്ക്രിപ്റ്റ് വേണോ ചോദിച്ചപ്പോ ഞാൻ വേണ്ട, സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള വേറെ രീതിയിൽ. അത് പക്ഷെ എല്ലാവർക്കും ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഇതാണ്. അപ്പൊ ബാഹുലും പറഞ്ഞു അത് എഡിറ്റ് കഴിഞ്ഞിട്ട് തന്നെ കണ്ടാൽ മതി. അങ്ങനെയാണ് നമ്മളതിൽ എക്കോയിലേക്ക് വന്നത്. ഇതിന് രണ്ടിനും ഒരു പൊതു സ്വഭാവമുണ്ട്. പക്ഷെ ഇതിൽ നിന്നും എന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു കളങ്കാവൽ എന്നുള്ള സിനിമ. ആ സിനിമ തിയേറ്ററിൽ വലിയ ഹിറ്റ് ആവുന്നു. സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു ഓഫ് ബീറ്റ് ജോണറിലൊക്കെ വരുന്ന സിനിമകൾ തിയേറ്ററിൽ അത്ര വലിയൊരു വിജയമാവാറില്ല. ഓഫ് ബീറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ഒരു ഇത്രയും വില്ലൻ ഷെയ്ഡിലുള്ള ആന്റി ഹീറോ എന്ന് പോലും പറയാൻ പറ്റില്ല. പക്ഷെ ഇത് തിയേറ്ററിലും വളരെ ഹിറ്റായിരുന്നു. മമ്മൂക്കയുടെ ആ പ്രകടനം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ആ സിനിമയിലെ പാട്ട് എന്ന് പറയുമ്പോൾ അത് തമിഴിലാണ് ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും. വിനായക് ശശികുമാർ അദ്ദേഹത്തിന് വലിയൊരു പരീക്ഷണമായിരുന്നു. ഒരു ലിറിക്സ് റൈറ്ററും അതുപോലെ തന്നെ ഒരു മ്യൂസിക് ഡയറക്ടറും തമ്മിലുള്ള ആ ഒരു കോംബോ. വിനായകാണെങ്കിലും ഭയങ്കരമായിട്ട് സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് അത് കറക്റ്റായിട്ട് ഗ്രാസ്പ് ചെയ്ത് അതിനനുസരിച്ച് ലിറിക്സ് കൊടുക്കുന്ന ഒരു റൈറ്ററാണ്. പ്രത്യേകിച്ച് എനിക്ക് ആവേശത്തിലെ പാട്ടുകളൊക്കെ എന്റെ ഫേവറേറ്റ് ആണ്. വിനായകായിട്ട് ഞാൻ ഫസ്റ്റ് പടം തൊട്ടേയുള്ള പരിചയം മന്ദാരത്തിലാണ് ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതായത് തിങ്കളാഴ്ച നിശ്ചയത്തിലുണ്ടായി, ധീരനില് വർക്ക് ചെയ്തിട്ടുണ്ടായി. സോ ഇതിൽ ആദ്യം ഈ പറഞ്ഞ പോലെ പാട്ടുകൾ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഒരു റൈറ്റ്സ് മേടിക്കാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. അങ്ങനെ ഞാനും ജിതിനും കൂടെ ഡിസ്കസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിക്കൂടെ. കാരണം എനിക്ക് ആ ഒരു പഴയ എൻ്റെ വീട്ടിലെപ്പോഴും മ്യൂസിക് ചെറുപ്പത്തിലൊക്കെ SP ഇളയരാജ സാറിൻ്റെയും MS V സാറിൻ്റെ ഒക്കെ പാട്ടുകൾ കേൾക്കുന്ന അതുപോലെ മലയാളം പഴയ ഇതൊക്കെ. അപ്പോൾ അങ്ങനത്തെ പാട്ടുകൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൽ നമ്മൾ കുറച്ചും കൂടെ ടെക്നിക്കലി നമ്മൾ പോയിട്ടുണ്ട്. കാരണം പഴയ കൈൻഡ് ഓഫ് സൗണ്ട് നമ്മൾ കൊണ്ടുവരണം പാട്ടുകളിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ഒന്നും ചെയ്ത് കേൾപ്പിച്ചപ്പോൾ ജിതി ഭയങ്കര ഹാപ്പി. അങ്ങനെ പിന്നെ ബാക്കിയുള്ള ആ സോങ് ഫസ്റ്റ് ഞാൻ കേട്ടപ്പോൾ ഞാനിത് ഇളയരാജയുടെ ഏതോ ഒരു സോങ് ഏതാണ്ട് പിടുത്തം കിട്ടില്ല. ഇളയരാജ പോലെയുള്ള ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള ഒരു സോങ് ആണെന്നാണ് പെട്ടെന്ന് വിചാരിക്കുന്നത്. പിന്നെയാണ് ഇത് നിങ്ങളും നിങ്ങളൊരു ടീമും ചെയ്ത അത് ഭയങ്കര കുറെ പേര് അങ്ങനെ പറഞ്ഞു. അത് തന്നെയാണ് അതിന്റെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് അതായിരുന്നു വേണ്ടേ. കാരണം പഴയ പാട്ടുകൾ കേൾക്കുന്ന ക്യാരക്ടറാണ്. അപ്പൊ അതൊരു പ്ലസ് പോയിന്റ് തന്നെയായിരുന്നു. പിന്നെ വിനായക് ആദ്യം
തമിഴിൽ റെസിസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് സംസാരിച്ചിരുന്നത്. അങ്ങനെയാണ് നമ്മൾ മമ്മൂട്ടി കമ്പനി വരെയൊക്കെ നമുക്ക് വിനായകനെ കൊണ്ട് ട്രൈ ചെയ്യിച്ചാലോ, ഞാനും ഹാപ്പിയാണ്. അത് സ്റ്റാൻലി ദാസ് എന്നുള്ളൊരു ക്യാരക്ടർ, ആ ക്യാരക്ടർ നമുക്കറിയാം. ഇപ്പൊ നമ്മൾ പഴയ ചാണക്യൻ മൂവിക്ക് വരുമ്പോൾ ആ വണ്ടി കാണുമ്പോ മോഹൻ സിത്താര സാർ ചെയ്തൊരു മ്യൂസിക് ഉണ്ട്. ആ വണ്ടി കാണുമ്പോ തന്നെ വണ്ടി ചിലപ്പോ അങ്ങനെ പോകുമ്പോ തന്നെ നമുക്കറിയാം ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം അവിടെ ഉണ്ടായിരിക്കുന്നുള്ളത്. അതുപോലെ ഒരു ക്യാരക്ടറിന്റെ അദ്ദേഹത്തിന്റെ ഒരു വോക്ക്മാൻ വരുന്നു, കാസറ്റ് വരുന്നു, ഒരു വിന്റേജ് ഫീൽ വരുന്നു, പാട്ട് വരുന്നു. ആ നിലക്കായലിലുള്ള പാട്ട് ഈ ക്യാരക്ടറിനും പടത്തിനും എനിക്ക് തോന്നുന്നു ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതൊരു ഭയങ്കര മെയിൻ ഒരു ക്യാരക്ടർ പോലെ തന്നെയാണ് ആ പാട്ട്. അതിലത്തെ ഒരു മേജർ ഒരു എലമെന്റ് തന്നെയാണ്. പിന്നെ അതിന്റെ മുകളിൽ നിന്നാണ് ഈ പറഞ്ഞ സിംഗറെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ ആ സിംഗർക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ നോർമൽ ഇവിടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കത്തി നിൽക്കുന്ന ഒരു സിംഗർ പാടിയ പോലും ചിലപ്പോ ഇത്രയ്ക്കും ഒരു ഐഡന്റിറ്റി കിട്ടണമെന്നില്ല. വിന്റേജ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഈ പറഞ്ഞൊരു ഭാഗ്യമല്ല. എന്റെ അസിസ്റ്റന്റ് കൂടെ വർക്ക് ചെയ്യുന്ന നെവിൻ എന്ന് പറഞ്ഞിട്ട് അവന്റെ അമ്മയാണ്. അപ്പൊ നമ്മളിങ്ങനെ കുറെ വോയിസ് ട്രൈ ചെയ്യുന്നു, ഒന്നും സെറ്റ് ആവുന്നില്ല. ഇളയരാജ സാറിന്റെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയ ഒരു ജൻസി എന്നുള്ള സിംഗർ ഉണ്ടല്ലോ, അപ്പൊ അവര് ചിത്രയുടെ ഒരു വോയിസും അല്ല, ജാനകിയും അല്ല. പല പാട്ടുകളും അവര് തെറ്റിദ്ധരിച്ചു പോകും. അത് ചിത്ര പാടിയതാണോ അല്ലെങ്കിൽ ഇപ്പോ ജാനകിയമ്മ പാടിയതാണോ എന്നൊക്കെ ഡൗട്ട് വരുന്ന സമയത്ത് ഒരു ജൻസി, ഈ ഇളയരാജയുടെ സോങ്സ് ആണ് കൂടുതൽ അവര് ആ സമയത്തൊക്കെ പാടിയിട്ടുള്ളത്. അവരുടെ ഒക്കെ ഒരു ഫീല് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഈ പാട്ട് വർക്കായപ്പോ പിന്നെ ബാക്കി എല്ലാ ട്രാക്കുകളും തമിഴിലാക്കാതെ സിന്ധു ചേച്ചിനെ പാടിയത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാണ് കൂടുതലും നോക്കുമ്പോ നമ്മുടെ ഒരു ഫിലിമോഗ്രഫി ഒക്കെ നോക്കുമ്പോ കൂടുതലും ചെയ്തിട്ടുള്ളത്. സോങ്ങുകൾ ചെയ്തിട്ടുള്ളത് ഇപ്പൊ നിലാക്കായൽ പോലെ കുറവാണ്. മന്ദാരം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരേ സമയത്ത് തന്നെ നമ്മൾക്ക് ഇപ്പൊ ഇത്രയും പടങ്ങള് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴും ഇൻഡസ്ട്രിയിലുള്ളവര് നമ്മളെ കൂടുതൽ അംഗീകരിക്കുന്നത്. പക്ഷെ ഒരു നോർമൽ ഓഡിയനെ സംബന്ധിച്ച് എപ്പോഴും മ്യൂസിക് ചെയ്യുന്ന ആൾക്കാണ് അവരെ എപ്പോഴും ഒരു കുറച്ചും കൂടി അവർക്ക് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് രജിസ്റ്റർ ആവുക. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതലും BGM ചെയ്യാനാണോ പേഴ്സണലി ഇഷ്ടം, അല്ലെങ്കിൽ സോങ് ചെയ്യലാണോ? എങ്ങനെയാണ്? എനിക്ക് രണ്ടും മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് എന്തും ഇഷ്ടമാണ്. പാട്ട് ചെയ്യാനും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനും ഇഷ്ടമാണ്. രണ്ടൊരു പ്രോസസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ടും പാട്ടുകളാവുമ്പോഴും അത് പടത്തിനോട് നീതി, അത് എന്താ പറയാ, സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന പാട്ടുകൾ ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്യാൻ എളുപ്പമാണ്. ആക്ച്വലി പാട്ട് അത്രയും സിനിമയോട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എലമെന്റ്സ് ഒക്കെ എടുത്ത് നമ്മൾ സ്കോറിലേക്കൊക്കെ ചെയ്യാം. പക്ഷെ രണ്ട് പ്രോസസ്സായിട്ട് മലയാള സിനിമയില് ഇപ്പൊ ഒരു സമയത്ത് ഫുൾ ഭയങ്കര ലൗഡ് ആയിട്ടുള്ള ഒരു BGM സ്കോറുകളും പരിപാടികളൊക്കെ ആയിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരുന്നത് ജോൺസൺ മാസ്റ്ററുടെ തീം മ്യൂസിക്കിന്റെ ഒരു സെഷൻ തുടങ്ങുമ്പോഴാണ്. അദ്ദേഹമാണ് എല്ലാ സീനിലും അങ്ങനെ മ്യൂസിക് കൊണ്ട് എലിവേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ചില സീനുകൾ വരുമ്പോഴാണ് വേണ്ടു എന്നുള്ളൊരു പുതിയൊരു മാറ്റം കൊണ്ടുവരുന്നത്. പിന്നീട് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന പലരും, മോഹൻ സിത്താര സാറാണെങ്കിലും ഇപ്പൊ ഇന്നലെയിലൊക്കെ മ്യൂസിക് അദ്ദേഹമാണ് ചെയ്തിട്ടുള്ളത്, ഇസ്സൈൻ സബ്ദുള്ളൊക്കെ അദ്ദേഹമാണ് ചെയ്തത്. അപ്പൊ ഒരു 80s 90s ഇതിന്റെ ഒരു സ്കോറിംഗിൽ കുറെ മാറ്റങ്ങൾ വരുന്നത്. അപ്പൊ നമ്മളൊക്കെ ഒരു 80s കിഡ്സ് എന്ന് പറയുമ്പോൾ ഈ സിനിമകളും കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് മുന്നേ കടന്നുപോയ തലമുറയിൽ ഇഷ്ടപ്പെട്ട സ്കോറുകൾ ഏതൊക്കെയാണ്? അത് എങ്ങനെയാണ് അത് നമ്മുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ലിസ്റ്റിലെത്തിയത്? എനിക്ക് ജോൺസൺ മാഷിന്റെ സ്കോറുകൾ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഔസേപ്പച്ചൻ സാറിന്റെ സ്കോറുകൾ ഭയങ്കര ഇഷ്ടമാണ്. ബാലകൃഷ്ണൻ സാർ, സാർ പുള്ളിയുടെ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് കഴിഞ്ഞ് വരുന്നതില് ഈ പറഞ്ഞ പോലെ ഗോപിച്ചേട്ടൻ, പുള്ളിയുടെ ഒക്കെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ കുറെ കഴിഞ്ഞ പിന്നെ ഒരു ചേഞ്ച് കൊണ്ടുവന്നേക്കുന്ന നോട്ട്ബുക്കിലത്തെ ഒക്കെ സ്കോർ ഭയങ്കര, അതിലത്തെ പാട്ടുകൾ ചെയ്തേക്കുന്ന മെജമാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നത് ഗോപിച്ചേട്ടൻ. പിന്നെ അത് കഴിഞ്ഞ് ബിഗ് ബി, അതൊക്കെ ഒന്ന് ഭയങ്കര തരംഗമായിരുന്നു. പുതിയ പ്രൊജക്ടുകൾ ഏതൊക്കെയാണ് ഇപ്പൊ? ഒരു വലിയ ലിസ്റ്റ് ഹിറ്റുകളായിട്ട് തുടരുന്നു. പുതിയ പടങ്ങൾ ഏതൊക്കെയാണ് ഇപ്പൊ? ഇമ്മീഡിയറ്റ്ലി നമ്മൾ കയറുന്നത് ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ എന്ന് പറഞ്ഞ പടം, സംഗീത് ശ്യാമിൻ ഗിരീഷ് ഡയറക്ട് ചെയ്യുന്നത്. പിന്നെ പ്രഥമ ദൃഷ്ടിയാൽ കുറ്റക്കാർ, പാർവതി തിരുവത്ത് അഭിനയിക്കുന്ന, അത് ചെയ്യുന്നുണ്ട്. പിന്നെ മമ്മൂക്ക അടൂർ സാറിന്റെ പടം, പദയാത്ര. പിന്നെ കിരൺ ദാസ് ഡയറക്ട് ചെയ്യുന്ന ഉന്മാദം എന്ന് പറഞ്ഞ പടം. ഇതൊക്കെയാണ് ഇപ്പൊ ഇതിലിപ്പോ ഈ പറഞ്ഞ ലിസ്റ്റില് പെട്ടെന്ന് ഞെട്ടിച്ചത് അടൂർ സാറിന്റെ സിനിമയാണ്. കാരണം അദ്ദേഹം വളരെ പ്രശസ്തമായിട്ടൊരു ചോദ്യമുണ്ട്, താങ്കളുടെ സിനിമയിൽ പാട്ടുകളില്ല, മ്യൂസിക്കും ഇല്ല. കാരണം മ്യൂസിക് ഉള്ള സ്ഥലങ്ങൾ, സ്പേസുകൾ വളരെ കുറവായിരിക്കും. പുള്ളി നാച്ചുറൽ സൗണ്ട് എഫക്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അദ്ദേഹത്തോടൊപ്പമുള്ള ഡിസ്കഷൻസ് ഒക്കെ ഇപ്പോഴേ തുടങ്ങിയോ? എങ്ങനെയാണ് അറിയാൻ? ഷൂട്ട് നടക്കുന്നു. നമ്മൾ മീറ്റ് ചെയ്തിരുന്നു, എല്ലാവരും ക്രൂ എല്ലാവരും നമ്മൾ ടെക്നീഷ്യനിൽ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷൂട്ട് നടക്കുന്നു. ഇനി അറിയില്ല, എക്സൈറ്റഡ് ആണ്. മമ്മൂക്കയുടെ ഒപ്പമുള്ള മൂന്നാമത്തെ ഒരു സിനിമയാണ് കളങ്കാവലിനും ചത്തപ്പച്ചയ്ക്കും ശേഷം.
അതെ. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. അതെ, ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഒരുപാട് സിംഗേഴ്സ് വരുന്നു. അപ്പൊ പുതിയ സിംഗേഴ്സിനെ പരീക്ഷിക്കാനുള്ള ഒരു അവസരമൊക്കെ ഇൻഡസ്ട്രിയിൽ വന്നു തുടങ്ങിയിട്ട് അധികം കാലങ്ങളായിട്ടില്ല. അപ്പം ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ കളങ്കാവിൽ നമ്മളൊരു പുതിയ സിംഗറെ പരീക്ഷിച്ചു. എനിക്ക് തോന്നുന്നു റഹ്മാൻ തമിഴിൽ തുടങ്ങി വെച്ച ഒരു ഇത്, അതായത് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന ഇപ്പോൾ യേശുദാസ് ഇല്ലാതെ ഒരു സിനിമ, അല്ലെങ്കിൽ SP ബാലസുബ്രഹ്മണ്യം ഇല്ലാതെ ഒരു സിനിമ, അല്ലെങ്കിൽ അവർക്കൊരു സോങ് ഉണ്ടായിരിക്കും, എല്ലാ പാട്ടുകളും അവർ പാടുന്ന ഒരു ശൈലിക്ക് ഭയങ്കരമായിട്ട് മാറി. റഹ്മാനാണ് അത് തുടങ്ങി വെച്ചത് മലയാളത്തിൽ. പക്ഷെ അപ്പോഴും കുറെ കാലം കഴിഞ്ഞിട്ട് മോഹൻ സിത്താരൊക്കെ വന്നപ്പോഴാണ് അത്രയധികം അവസരങ്ങൾ വരുന്നത് പുതിയ സിംഗേഴ്സിന്. ഇപ്പോഴത്തെ സിനിമയിൽ വെച്ച് നോക്കുമ്പോൾ ഒരു 4 സോങ് 5 സോങ്ങുകൾക്കുള്ള സിനിമകൾ വളരെ കുറവാണ്. ഒരു 1-2 സോങ്, പിന്നെ പ്ലസ് ഒരു BGM, പിന്നെ കാസറ്റിന് വേണ്ടി പാട്ടുകളുടെ എണ്ണം കൂട്ടുന്ന പരിപാടി നിലവിലില്ല. അപ്പൊ ഇത്തരം മാറ്റങ്ങളില് ഒരു പുതിയ ജനറേഷന്, ഒരു പുതിയ സിംഗേഴ്സിന് സിനിമാ സംഗീതത്തിന് അപ്പുറത്ത് എത്രത്തോളം സാധ്യതകളുണ്ട്, അതിൽ മ്യൂസിക് ഡയറക്ടർക്ക് എത്രത്തോളം അവസരങ്ങൾ ഇവർക്ക് കൊടുക്കാനൊക്കെ പറ്റും, അതിനുവേണ്ടി അവർ കാത്തിരിക്കേണ്ടതുണ്ടോ? പണ്ട് ഫിലിമിലേക്കായാലും ഒരു ഇൻഡിപെൻഡൻസ് സീനിലേക്കൊക്കെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടി ഈസിയാണ്. സോഷ്യൽ മീഡിയ ഭയങ്കര ഒരു എന്താ പറയാ, ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം. ഒരാൾക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ പുള്ളീനെ ഈസിലി പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലുണ്ട്. ഇപ്പോൾ ആൾക്കാർ കാണുന്നു. പക്ഷെ എപ്പോഴും നമ്മുടെ ആർട്ടിനോട് ജെന്യൂൻ ആയിട്ട് നിൽക്കുക എന്നുള്ളൊരു സാധനം ഉണ്ട്. അതായത് ഹാർഡ് വർക്ക് നിൽക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ത്യ സീനൊക്കെ ഇപ്പൊ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇനിയും മുന്നോട്ട് വരും. എനിക്ക് കൂടുതൽ വളരെ ചെറുപ്പത്തില് ഇപ്പൊ നമ്മള് ഫാമിലി പറയുമ്പോ ഫാമിലിയില് പാട്ടുകാരുണ്ടായിരുന്നു, സിംഗേഴ്സ്, പ്രൊഫഷണൽ സിംഗേഴ്സ് ഉണ്ടായിരുന്നു. പ്രൊഫഷണൽ അല്ല, വീട്ടില് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. വീട് ഗുരുവായൂരടുത്ത് അരിയന്നൂര്. ഉപ്പാടെ വീട് അരിയന്നൂരാണ്, ഉമ്മാടെ വീട് പ്രോപ്പർ തൃശ്ശൂരാണ്. വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു സപ്പോർട്ട് ചെറുപ്പത്തിലെ തൊട്ട് മ്യൂസിക്കിനോട് ഉണ്ട്. എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് വകവയ്ക്കാതെ മുന്നോട്ടങ്ങ് പോകും. എല്ലാവരും ബിടെക്കിനൊക്കെ ചേരുന്ന സമയത്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള കോഴ്സുകളൊക്കെ ഞാൻ പിന്നെ അത് തന്നെ പഠിച്ചു തുടങ്ങി. പെട്ടെന്ന് ആ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ പഠിച്ചു തുടങ്ങി. താലെന്നുള്ളൊരു സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടതാന്ന് കേട്ടിട്ടുണ്ട്. റഹ്മാന്റെ ആ സിനിമ ഒരു 99 ആണത് റിലീസാവുന്നത്. ആ സിനിമയുടെ പാട്ടുകളിലെ ഒരു ഇൻസ്പിറേഷൻ ഒക്കെ എനിക്ക് ആ കാസറ്റ് ഞാൻ ഇപ്പോഴും മറക്കില്ല. അത് ഞാനിങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കേട്ടുന്നു. അപ്പൊ അതിലത്തെ സൗണ്ടുകളൊക്കെ തന്നെ, കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ ദിൽസയ്ക്കൊക്കെ ശേഷം വേറൊരു സൗണ്ട് താലിലാണ്, വേറൊരു ചേഞ്ച് കൊണ്ടുവന്നത്. സോ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അപ്പൊ അവിടെ നിന്ന് തന്നെയാണ് മ്യൂസിക്കില് എന്താണ് ഇതിന്റെ ഒരു പരിപാടി എന്നുള്ളതൊക്കെ അറിയാൻ അങ്ങനെ തന്നെ തുടങ്ങിയൊരു ജേണിയാണ്. അപ്പൊ അതിൽ കുറെ പേരെ മീറ്റ് ചെയ്യുന്നു, അവര് നമുക്ക് കുറെ വാതിലുകൾ തുറന്നു തരുന്നു. അപ്പൊ അതിൽ കൂടെ വേറെ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു സർക്കിൾ ഉണ്ടാക്കി സോഫ്റ്റ്വെയർസിൽ പഠിക്കുന്നു. ഞാൻ പിന്നെ തൃശ്ശൂർ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഡിഗ്രി ചെയ്യുന്ന സമയത്ത്, വർണ്ണം ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ പിന്നെ ചെന്നൈ പഠിക്കാൻ പോയി. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി പിന്നെ നമ്മൾ ബാംഗ്ലൂർ പോകുന്നു, പിന്നെ തിരിച്ച് കൊച്ചിയിൽ വരുന്നു. ഇതിനിടയിൽ ചില സിനിമകളിൽ നമ്മൾ മ്യൂസിക് ചെയ്യുന്നതിനൊപ്പം തന്നെ സിംഗറായിട്ടും കുറച്ച് സിനിമകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സിംഗർ എന്നുള്ള രീതിയിൽ ഇപ്പൊ റഹ്മാനെ സംബന്ധിച്ചാണെങ്കിലും കുറെ മ്യൂസിക് ഡയറക്ടേഴ്സ് അവര് മ്യൂസിക് ചെയ്യുന്ന പടങ്ങളിൽ പാടാറുണ്ട്. പക്ഷെ താങ്കളെ സംബന്ധിച്ച് ആ ഏരിയ വളരെ സെലക്റ്റീവ് ആയിട്ട് മാത്രമാണ് ആസ് എ സിംഗർ എന്നുള്ള രീതിയിൽ വർക്കുകൾ ചെയ്യാറുള്ളത്. എനിക്ക് എന്റെ പാട്ട് എന്റെ വോയിസിലേക്കും തീരെ ഇഷ്ടമല്ല. ഞാൻ കൂടുതലും മറ്റുള്ളവരുടെ വോയിസ് കേൾക്കാനാണ്. ഞാൻ ധീരല്ലാണ് ഇപ്പൊ ലാസ്റ്റ് ഒരു ട്രാക്ക് പാടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഒരു 5 വർഷമായിട്ടുള്ള ഒരു ജനറേഷൻ എല്ലാവരും കൂടുതലും നമ്മുടെ ഫേസ് കൂടി രജിസ്റ്റർ ആവുന്ന രീതിയിലുള്ള ഇന്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കാറൊക്കെ ഉണ്ട്. താങ്കളെ സംബന്ധിച്ച് അധികം അങ്ങനെ രജിസ്റ്റർ ആവുന്ന പരിപാടികളിലും കാര്യമായിട്ട് ഭയങ്കര പേടി എനിക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോ ഈ ഫേസ് പോലും അങ്ങനെ അധികം പരിപാടികളൊന്നും വന്നിട്ടില്ല, ചാനലുകളിൽ അധികം കണ്ടിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോഴാണ് ഫോട്ടോസ് ഒക്കെ ഇട്ട് തുടങ്ങിയത്, കുറവായിരുന്നു. അപ്പൊ നമ്മുടെ വർക്കുകളാണ് പറയേണ്ടത്. ഇപ്പൊ ജോഷി സാറൊക്കെ അങ്ങനെ പറയാറുണ്ട്, ആളൊരു ഇന്റർവ്യൂവിൽ പോലും അങ്ങനെ പങ്കെടുക്കാറില്ല. നമ്മളിപ്പോ അവാർഡ് നൈറ്റിനൊക്കെ നമ്മൾ സ്ക്രിപ്റ്റ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അതിന് തന്നെ വന്ന് പറയാം, ഇദ്ദേഹം ഒന്നും സംസാരിക്കില്ല, നല്ല അവാർഡ് കൊടുക്കണ്ടെങ്കിൽ കൊടുക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്റെ സിനിമകൾ സംസാരിക്കട്ടെ, ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അപ്പൊ അതുപോലെ നമുക്ക് നമ്മുടേതായ ഒരു ശൈലി. പിന്നെ നമ്മൾ സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും 6 സിനിമകൾ ഹിറ്റായി കഴിഞ്ഞു. എന്തായാലും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ തുടർന്നും ഉണ്ടാവട്ടെ. കാരണം 6 സിനിമകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ
നമ്മളിപ്പോ പറയാൻ വിട്ടുപോയൊരു സിനിമ രേഖാചിത്രമായിരുന്നു. അപ്പൊ രേഖാചിത്രം എന്നുള്ള സിനിമയുടെ ഒരു ജോണർ എന്ന് പറഞ്ഞാല് ഒരു സോങ് അതിലൊരു കഥാപാത്രമായി മാറണം. അതൊരു വിന്റേജ് സോങ്. അപ്പോ ആ സിനിമ ഔസേപ്പ് ബച്ചന്റെ വളരെ ഹിറ്റായിട്ടുള്ള ഒരു മ്യൂസിക് അതിനകത്ത് നിൽക്കുമ്പോഴും ബാക്കിയുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട്. അത് ഒരു 3 പ്ലോട്ടായിട്ട് തന്നെ വരുന്നുണ്ട്. ഒരു ഫ്ലാഷ് ബാക്കിൽ തന്നെ ഒരു കട്ട്, പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കട്ട് വരുമ്പോൾ അതൊരു ചെന്നൈയിൽ പോയിട്ട് അവിടുത്തെ കുറെ കാര്യങ്ങള്, പഴയ മദ്രാസിന്റെ കുറെ കാര്യങ്ങള്, സിനിമ. അപ്പൊ ആ സിനിമ ഒരു ചെറിയ സിനിമയാണോ എന്ന് ചോദിച്ചാൽ ചെറിയ സിനിമയാണ്. പക്ഷെ അതിലേക്ക് ഓരോ ലെയർ കഴിഞ്ഞു വരുമ്പോഴാണ് അതിലേക്ക് കൂടുതലായിട്ട് വരുന്നത്. അതും മമ്മൂക്കയുടെ ഒരു ഇത്. അത് ഇപ്പൊ ഈ അടുത്ത് നമ്മൾ ശ്രദ്ധിച്ചപ്പോ ഒരു വർഷത്തിന്റെ തുടക്കത്തില് മമ്മൂക്കയുടെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു ക്യാമിയോ റൂട്ടില് ഒരു സിനിമ ഉണ്ടാവും. ആ സിനിമ വൻ ഹിറ്റാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം അത് രേഖാചിത്രം എന്നുള്ള സിനിമയായിരുന്നു. ഈ വർഷമാണെങ്കിൽ ഈ പടാണ് ചത്താ പച്ച എന്നുള്ള സിനിമയാണ്. രേഖാചിത്രത്തിന്റെ ഒരു എക്സ്പീരിയൻസ്. രേഖാചിത്രം കിഷ്കിന്ത ചെയ്ത് കഴിയാറായപ്പോഴാണ് ജോഫിൻ നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ കിഷ്കിന്ത കഴിഞ്ഞു. കിഷ്കിന്ത ഭയങ്കര ഹിറ്റാവുന്നു. അപ്പൊ ഞാൻ തന്നെ ഒരു പ്രഷർ എടുത്ത് തലയെ വെച്ച്, അതായത് ഇപ്പൊ അടുത്ത പരിപാടി ഇതിന് മുകളിലോട്ട് ചെയ്യണമല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ ജോഫിനെ ഇപ്പൊ ഈ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ പടം ഓരോ ഡയറക്ടേഴ്സ് ഭയങ്കര ഡിഫറെന്റ്. കിഷ്കിന്ത ഭയങ്കര സട്ടിലായിട്ട് ചെയ്യുന്ന സ്കോറിലോടത്താണ്. രേഖാചിത്രം കുറച്ചും കൂടെ ലൗഡാണ്, കുറച്ചും കൂടെ മ്യൂസിക്കലായിരുന്നു. അതിൽ ആ ഒരു പഴയ കാലഘട്ടത്തിലേക്കൊക്കെ പോകുമ്പോൾ കുറേ കൂടെ മെലഡി ഉള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് സമയം എടുത്തു അതിലേക്കൊന്ന് ഇന്നാവാനായിട്ട്. പക്ഷെ ജോഫിൻ ഭയങ്കര അതില് ഒരേ സമയത്ത് തന്നെ ഈ പറഞ്ഞ പീരീഡ് ഡ്രാമയുണ്ട്, അതിന്റെ ഒരു ജോണർ ഉണ്ട്, അതേ സമയത്ത് ഒരു ത്രില്ലറാണ്, അതേ സമയത്ത് തന്നെ ഒരു സോങ് റിലേറ്റ് ചെയ്തിട്ടാണ് കുറെ കാര്യങ്ങൾ പോകുന്നത്. ഇതിന്റെ ഇടയിൽ നമ്മളെ ഒരു ശബ്ദം കേൾപ്പിക്കും വേണം. അതെ, അപ്പൊ ജോഫിൻ പിന്നെ അതുപോലെ ഷമീർ, അതുപോലെ JD സൗണ്ട് ഡിസൈനർ, അവിടെയൊക്കെ സപ്പോർട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. കുറച്ച് സമയം എടുത്തോ ചെയ്യാൻ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അടൂർ ഗോപാലകൃഷ്ണൻ എന്ന വിഖ്യാതനായിട്ടുള്ള ഒരു സംവിധായകൻ മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ, ഒപ്പം തന്നെ വേറെ ഒരുപാട് സിനിമകൾ. അങ്ങനെ കരിയർ വീണ്ടും അതിൻ്റെ ഒരു പീക്കിലെത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അതിൽ വലിയ വലിയ വിജയങ്ങൾ തുടർന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആശംസകൾ. താങ്ക് യു.